കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ദേ ഭാരതിൽ ബാംഗ്ലൂർക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് കേട്ടോ. എന്റെ മകളുടെ കോൺവെക്കേഷൻ ആയതുകൊണ്ട് ഒരു മാസം മുമ്പേ അറിയായിരുന്നു, അതുകൊണ്ട് ടിക്കറ്റ് ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തതാ. മൈ സീറ്റ് നമ്പർ വാസ് 44. അപ്പൊ വന്ദേ ഭാരതിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, ഈ നടുവിലത്തെ സീറ്റ് ആവുമ്പോൾ അതിന് മുമ്പിൽ വലിയൊരു ടേബിൾ മാതിരി ഉണ്ടാവും. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാ. ഞാൻ കയറിയപ്പോൾ എന്റെ സീറ്റിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ആ ടേബിളിൽ ആ കുട്ടി ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യും. അപ്പൊ ആ കുട്ടി എന്നോട് ആ കുട്ടിയുടെ സീറ്റിൽ ഇരിക്കുകയോ ചോദിച്ചു. അത് 45 ആയിരുന്നു. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ആദ്യം ആലോചിച്ചില്ല. ഞാൻ പോയി ഇരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്റെ സൈഡിൽ വിൻഡോ ഇല്ല, അതൊരു ബീമാ. ഞാൻ അല്ലെങ്കിൽ ഒത്തിരി ക്ലോസ്ട്രോഫോബിക് ആയതുകൊണ്ട് ആ കുട്ടിയോട് വളരെ മാന്യമായിട്ട് തന്നെ പറഞ്ഞു, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല അവിടെ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, മോൾ അവിടെ പോയിരുന്നോളൂ. വന്ദേ ഭാരതിലെ എല്ലാ സീറ്റിന്റെ മുമ്പിൽ ഒരു ഫോൾഡബിൾ സ്റ്റാൻഡ് ഉണ്ട്. അതിവിടെ തുറന്നാൽ അതിൽ ലാപ്ടോപ്പ് വെച്ചിട്ട് ആ കുട്ടിക്ക് 45 നമ്പർ സീറ്റിൽ ഇരുന്നാലും നന്നായിട്ട് വർക്ക് ചെയ്യാം. പക്ഷെ ഇത് കുറച്ചുകൂടി നല്ല ഒരു ടേബിൾ മാതിരി ആയിരുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടിക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല. എന്നെ വല്ലാതെ തുറച്ചു നോക്കി ദേഷ്യത്തോടെ ആ കുട്ടിയുടെ സീറ്റ് പോയിരുന്നു. ഏതാണ്ട് ഞാനാണ് ആ കുട്ടിയുടെ സീറ്റ് തട്ടിപ്പറിച്ചെന്നുള്ള പോലെ. അന്ന് ബാംഗ്ലൂർ എത്തണ വരെ അതെ, എനിക്ക് എന്തോ ഒരു കുറ്റബോധം പോലെ. ചെറുപ്പം തൊട്ടേ മറ്റുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചിട്ട് അങ്ങനെ വരുന്ന ഒരുതരം കുറ്റബോധമാണ് കേട്ടോ എനിക്കും വന്നത്. ത്യാഗം എന്ന് പറയുന്ന ഒരു മഹത്തായ ഗുണം തന്നെയാണ്. പക്ഷെ എല്ലാ സാഹചര്യത്തിലും ത്യാഗം ചെയ്യേണ്ട ബാധ്യതയൊന്നും നമുക്കില്ല. സഹായിക്കാൻ കഴിയുമ്പോൾ സഹായിക്കണം. എന്നാൽ അത് നമ്മളെ അസ്വസ്ഥരാക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളടത്ത് ഇല്ല എന്ന് തന്നെ പറയാൻ പഠിക്കണം. ചിലപ്പോഴൊക്കെ സ്വന്തം അവകാശത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നതും ഒരു നല്ല തീരുമാനം തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?